നമസ്കാരം. ഇത് ചോദ്യങ്ങളുടെ കാലഘട്ടമാണ്. ക്ലാസ് മുറിയിൽ കുട്ടികൾ ചോദിക്കുന്നത് മാത്രമല്ല, പള്ളി പരിസരത്ത് കേൾക്കുന്ന എന്തിനെക്കുറിച്ചും അവർക്ക് ചോദ്യങ്ങളുണ്ട്. ഒരു തലമുറ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. അവർക്ക് വിശ്വാസം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾ എല്ലാ വിശ്വാസത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം അത്യന്താപേക്ഷിതമാണ്. ചോദ്യമില്ലാതെ എന്ത് അന്വേഷണം? അച്ഛാ, പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടുമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ പ്രാർത്ഥിക്കാതെ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? വളരെ കാര്യമുള്ളൊരു ചോദ്യമാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എത്ര പേർക്ക് കിട്ടുന്നു? ശരിക്കും നോക്കിയാൽ കൂടുതൽ പേർക്കും കിട്ടാത്തതാ. പിന്നെ സ്കൂളുകളിലൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള കുട്ടികൾ നോക്കുമ്പം പള്ളിയിൽ പോകാത്ത പ്രാർത്ഥിക്കാത്ത കുട്ടികൾക്ക് നല്ല മാർക്ക്, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ മാർക്കൊന്നും കൂടിയിട്ടില്ല. ഇതൊക്കെയാണ് ഒരു പ്രശ്നം. അത് ഞാനൊരു മറുചോദ്യം ചോദിക്കാം, എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് വരാം. ഒരു പയ്യൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഭയങ്കര പ്രാർത്ഥന, കർത്താവേ കേരളത്തിൻ്റെ തലസ്ഥാനം തൃശ്ശൂരാക്കണേന്ന്. കാരണം അവൻ പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തിന് പകരം തൃശ്ശൂരെന്നാണ് എഴുതിയത്. ഇനിയിപ്പോൾ പേപ്പർ നോക്കുന്നതിന് മുമ്പ് തൃശ്ശൂരാക്കി മാറ്റി അവൻ രക്ഷപ്പെട്ടല്ലോ. അവൻ നല്ല പൊരിഞ്ഞ പ്രാർത്ഥനയാണ്. പക്ഷെ പ്രശ്നം, അപ്പുറത്തെ വീട്ടിൽ വേർത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൻ്റെ തലസ്ഥാനം കോട്ടയമാക്കണേന്ന്. അവൻ കോട്ടയം എഴുതിയ. ഇനി ഇതൊന്നും വേണ്ട, ഒരു പയ്യനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം പഞ്ചാബ് ആക്കണേ, നമ്മൾ പഞ്ചാബ് എന്ന് എഴുതി വെച്ച്. ദൈവം എന്നായി? എല്ലാ പ്രാർത്ഥനയും കേൾക്കുമോ? അതവിടെ നിൽക്കട്ടെ. അപ്പൊ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കില്ല, കേൾക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അപ്പൊ പിന്നെ എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വളരെ ചുരുക്കി ഇങ്ങനെ ചോദ്യവും പറച്ചിലും, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളിങ്ങനെ വളരെ നിസ്സാരമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു, നമ്മുടെ കയ്യിൽ കാശുണ്ട്, നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ലിസ്റ്റ് കൊടുത്തു, അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് തന്നു. അങ്ങനത്തെ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ചുരുക്കി കണ്ടതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടൊന്ന് പ്രാർത്ഥനയെ പറഞ്ഞാൽ ഇതിനൊരു പ്രണയബന്ധവുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു പയ്യനും ഒരു പെൺകുട്ടിയും. ആ പയ്യൻ ഇവളെ കാണാനായിട്ട് ഇങ്ങനെ എപ്പോഴും സ്കൂളിൻ്റെ വരാന്തയിലോ റോഡരികിലോ ഒക്കെ നിൽപ്പുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ എന്നെ നോക്കി നിൽക്കുകയാണ്. പതുക്കെ നമുക്കും അവനോടൊരു ഇഷ്ടം തോന്നി. പരസ്പരം ഒന്ന് കണ്ടു, പിന്നെ പരിചയപ്പെട്ടു, പിന്നെ ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞു, പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രഹസ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. ഇങ്ങനൊരു പ്രണയബന്ധത്തിലേക്ക് കയറുക. ഈ പ്രണയത്തിൽ നമുക്ക് നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തൽക്കാലം വിട്ടുകളാം. നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാത്രം അതിനെക്കുറിച്ച് പറയുക. ഇങ്ങനെ വലിയ സ്നേഹമായിട്ട് അവസാനം ഇവർ ഒന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാലോ, അങ്ങനെ വിവാഹിതരായാലോ, അപ്പം പിന്നെ പള്ളി വെച്ച് പറഞ്ഞ എന്താ? ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും അങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഒന്നാണെന്ന് പറയുന്നത്. ഈ ഒരു പരിചയം, ആ പരിചയം വളരെ ആഴത്തിലായി മാറുന്നത്, അതൊരു ബന്ധമായി മാറുന്നത്, ആ ബന്ധം പരസ്പരമുള്ള ഒരു ഐക്യത്തിൽ ഒന്നാകലായി മാറുന്നത്, ഇത് ദൈവത്തോടായി മാറുമ്പം അത് പ്രാർത്ഥനയാണ്. മനസ്സിലായോ? അതായത് അതിനകത്ത് ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഉണ്ട്. മക്കള് വീട്ടിൽ അപ്പനോട് എന്തുമാത്രം സ്നേഹമുണ്ട്. ഈ ചോദ്യം ആവശ്യങ്ങൾ പറയുന്ന മാത്രമാണോ? എനിക്ക് ഒരു പേന വാങ്ങിക്കണം, ബുക്ക് വാങ്ങിക്കണം, അപ്പം തരുന്നു. ഈ ആവശ്യങ്ങൾ മാത്രമല്ല, അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നടന്നു പോകും. പ്രധാന കാര്യം അപ്പനും മക്കളും തമ്മിലുള്ള ഭയങ്കര സ്നേഹബന്ധമാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണം എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഇതൊക്കെ നടന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം നമ്മളെ കാത്തിരിക്കുന്നു, നമ്മൾ ദൈവത്തെ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ആഴപ്പെട്ടു പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അപ്പോൾ ആ ചോദ്യം അവസാനം കിടപ്പുണ്ട്, എന്താണ്? അപ്പോൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടത്തില്ലേ എന്ന്, അല്ലേ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് കൂടെ പറയാറുണ്ടല്ലോ, എന്താണത്?
പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ശരിയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പം നമ്മൾ ഇതുവരെ കേട്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു വലിയ സ്നേഹബന്ധം രൂപപ്പെടുന്നതും ആഴപ്പെടുന്നതിനെ കുറിച്ചൊക്കെയാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും അതിനനുസരിച്ച് ദൈവം സഹായിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ നമ്മൾ കൂടെ കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അത് തന്നെയാണ് പ്രശ്നം. എല്ലാവരും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. കാരണം പ്രാർത്ഥന കേൾക്കണ്ടേ, ഇല്ലേ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ? പക്ഷേ സത്യം പറഞ്ഞാൽ പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം ഒന്ന് ഓർത്തു നോക്ക്. 5-6 കുട്ടികൾ പല സ്ഥലത്തിരുന്ന് കേരളത്തിൻ്റെ തലസ്ഥാനം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം പ്രാർത്ഥന കേൾക്കണം? അതോ ഈ പ്രാർത്ഥന ദൈവം നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ളതെല്ലാം കേൾക്കത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൻ തന്നെ ഒരു സത്യസന്ധതയിലേക്ക് വളരണം? ഒന്ന് ഓർത്തു നോക്ക്. ദൈവം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന കേൾക്കുമായിരുന്നെങ്കിൽ ഈ മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താണ്? ലോട്ടറി അടിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കാത്ത ഏത് മനുഷ്യരെ ലോകത്തിലുള്ള എല്ലാവർക്കും വേണം ആവശ്യത്തിൽ കൂടുതൽ കാശ്, സ്ഥാനമാനങ്ങൾ. ഇപ്പോൾ ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുമെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ച് എവിടം വരെ എത്തിയേനെ? ഈ ലോകത്തുള്ള ഏറ്റവും മികച്ചതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും എത്ര ഉയരങ്ങൾ കയറിയേനെ. ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുമോ? ഒരു ഉദാഹരണം, മോഷ്ടിക്കാൻ പോകുന്ന കള്ളൻ പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കാതിരിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ബാങ്ക് കൊള്ളയ്ക്ക് പോകുന്ന ഒരു കള്ളൻ പ്രാർത്ഥിക്കത്തില്ലേ? കർത്താവേ, വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്, നീ പ്രത്യേകം സഹായിച്ചില്ലെങ്കിൽ പിടിവീഴും. പ്രാർത്ഥിക്കത്തില്ലെന്നാണോ വിചാരിക്കുന്നത്? പോകുന്ന വഴിക്കുള്ള പള്ളിയിലൊക്കെ നേർച്ചയിട്ടിട്ട് പോകുന്ന എത്രയോ കള്ളന്മാരുണ്ട് അല്ലേ? അപ്പം ഇതിനൊക്കെ അനുസരിച്ച് ദൈവം പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ലോകം നിലനിൽക്കുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല, കുറച്ചധികം പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് കൊണ്ട് കൂടിയാണ്. അപ്പം നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമുണ്ട്. കാരണം എന്താ? ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമില്ലാത്തതല്ല, സ്നേഹം അതാണ്. ഒരപ്പൻ മക്കൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കുമോ? പക്ഷെ ചോദിക്കാത്ത പലതും കൊടുക്കില്ലേ? അങ്ങനാണെങ്കിൽ പിന്നെ ഇത്രയും സ്നേഹമായ ദൈവം അങ്ങനല്ലേ? ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നില്ലേ, അപ്പനോട് ചോദിക്കുന്നത് കൂട്ടുകാരുമായിട്ട് വിരുന്നിനിരിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും തരുന്നില്ലല്ലോ എന്ന്. അപ്പൻ എന്താ പറയുന്നത്? മോനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണല്ലോ. ഇത് പറയുന്ന അപ്പം പക്ഷേ ആട്ടിൻകുട്ടിയെ കൊടുക്കത്തില്ല. കാരണം അപ്പനറിയാം ഇത് അവന് നല്ലതല്ല, ഇവൻ എന്തിനു വേണ്ടി ഇത് ചോദിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് എല്ലാം കിട്ടിയില്ല എന്നൊരു കാര്യത്തിലല്ല. നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അപ്പനുണ്ട് എന്നതാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കിട്ടിയില്ല എന്നൊരു കാര്യത്തിൽ. അപ്പം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാവരുടെയും പ്രാർത്ഥന വിവേചനം കൂടാതെ വെറുതെ വാരിച്ചൊരിയുന്ന ദൈവമെന്നല്ല. മറിച്ച് മക്കൾ ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതെന്ത്, കൊടുക്കരുതാത്തതെന്ത് എന്ന് കൃത്യമായി വിവേചിച്ച് തീരുമാനിക്കുന്ന ഒരു അപ്പനാണ് എന്നുള്ളതാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ അച്ഛാ, ദാറ്റ് എന്ത് അപേക്ഷിച്ചാലും യാചിച്ചാലും നമുക്ക് വിശ്വസിച്ചാൽ അത് ലഭിക്കുമെന്ന്. അപ്പോൾ എല്ലാം കിട്ടേണ്ടതല്ലേ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമെന്ന് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എക്കാലത്തും മനസ്സിൽ കിട്ടുന്ന ഒരു ചിന്ത, എന്ത് വേണമെങ്കിലും ചോദിച്ചോ കിട്ടിക്കോളുമെന്നാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അത് ഒട്ടല്ല താനും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനത്തുള്ള കാര്യമാണെന്നൊക്കെ അത് നമുക്ക് സംസാരിക്കാം. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാധ്യത വെച്ചല്ല ചിന്തിക്കേണ്ടത്.
ദൈവത്തിൻ്റെ സാധ്യത, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വേണം. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അല്ലാതെ പ്രാർത്ഥിക്കുന്ന എന്തും പ്രാർത്ഥിച്ചോ എന്നുള്ളതല്ല, എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസം വേണം. ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചോദ്യവും പറച്ചിലുമല്ല, ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം ആഴപ്പെടലാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മളുടെ ചിന്താഗതികളും അതിനനുസരിച്ച് ചോദ്യങ്ങളുമൊക്കെ മറിയും. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ വളർത്തുന്നു. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ നാളെ ചോദിക്കണമെന്നില്ല. ബൈബിളിൽ തന്നെ നോക്കിയാൽ വലിയ കൊടിയ വേദനയുടെ സമയത്ത് ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചത് എന്താണ്? ആദ്യം, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ? കാരണം ഈ വേദന എടുത്തു മാറ്റണമേ എന്ന്. പക്ഷേ പിതാവുമായിട്ടുള്ള ആ ഐക്യത്തിലും ജീവിതത്തിലും ക്രിസ്തു അതിന് മീതെ വളർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ആ പ്രാർത്ഥനയെ മാറ്റി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മനസ്സിലായില്ലേ? അപ്പം എന്ത് വേണേലും ചോദിച്ചോ, അത് തരുമെന്നല്ല, നമുക്ക് എന്ത് വേണേലും ചോദിക്കാം. പക്ഷെ ഈ ചോദിച്ചും പറഞ്ഞും നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് എത്തുകയല്ലേ? അതിനനുസരിച്ച് ദൈവം നമ്മളെ നയിക്കുകയാണ്. അപ്പം നമ്മുടെ ചിന്താഗതികളും പ്രാർത്ഥനാ രീതികളുമൊക്കെ മാറിമറിയും. ഈ പറഞ്ഞില്ലേ, ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു വചനം ബൈബിളിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഈശോ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയാണ്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഇപ്പൊ ഒരു ഭാഗത്ത് പറഞ്ഞത് ചോദിക്കൂ നൽകും, നിങ്ങൾ ചോദിക്കുന്നത് എന്തിൽ കിട്ടുമെന്ന് വിശ്വസിക്കുവിൻ. പറഞ്ഞ് ഈശോ അവസാനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, അന്ന് നിങ്ങൾ ഒന്നും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അത്രമാത്രം സ്നേഹത്തിൽ നിറയുമ്പോൾ ദൈവം തന്നതൊക്കെ എത്രയാണ്, അതിനൊന്നും കടം വീട്ടാൻ പറ്റാത്ത നമ്മൾ ആ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലാണെന്നുള്ള സംതൃപ്തിയിലേക്ക് എത്തും. പിന്നെ ഈ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകില്ല. അതും പ്രാർത്ഥനയുടെ ഒരു തലമാണ്. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. നമ്മൾ അത്രത്തോളം ഒരു വലിയ സ്നേഹബന്ധത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ കണ്ടതെല്ലാം ദൈവം തന്നതല്ലേ? ഇപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ ഇതെല്ലാം യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട, യേശുക്രിസ്തുവിന് കിട്ടിയത് എന്താണ് പ്രാർത്ഥിച്ചിട്ട്? അല്ലെങ്കിൽ ഈശോ കണ്ട അത്ഭുതം എന്താണ്? നമ്മൾ ബൈബിളിലോട്ട് നോക്കിയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ബൈബിളിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഈശോയ്ക്ക് പിതാവിൽ വിശ്വസിച്ച് ജീവിക്കാനായിട്ട് ഈശോ ചോദിച്ച ചോദ്യങ്ങളും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അതിനനുസരിച്ച് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടോ? അങ്ങനെ ഈശോയുടെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിച്ചു? പക്ഷെ ഈശോ കണ്ടു, എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അതൊരു വലിയ അത്ഭുതമായിരുന്നു. വയലിലെ പൂക്കളെ നോക്കുവിൻ. സോളമൻ രാജാവ് പോലും ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ അലങ്കൃതനായിട്ടില്ല. പൂക്കളെ നോക്കുവിൻ എന്ന് പറഞ്ഞാ ദൈവം എത്രയോ മനോഹരമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ നമ്മുടെ കാഴ്ച തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നന്ദിയും സ്തുതിയും ആരാധനയും ഹൃദയം നിറഞ്ഞ സ്നേഹവുമായിട്ട് മാറും. ദൈവത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലല്ലേ നമ്മളിരിക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ 5 അപ്പം ഈശോ എടുത്ത് വാഴ്ത്തി വിഭജിച്ച് 5000-ഓളം പേർക്ക് വർദ്ധിപ്പിക്കപ്പെട്ടെന്ന് കേട്ടിട്ട് നമ്മുടെ പ്രശ്നം, നമ്മൾ 5 അപ്പം എടുത്തുകൊണ്ടിരിക്കുക, വർദ്ധിപ്പിക്കുക. എന്നിട്ട് പറയുന്നു പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഇത് വർദ്ധിക്കുന്നില്ലല്ലോ എന്ന്. അത് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, ബൈബിളിലെ ചില കാര്യങ്ങൾ. അതിൻ്റെ അർത്ഥം എന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. നമുക്ക് കാഴ്ച ഉണ്ടാകുമ്പോൾ മനസ്സിലാകും
അതാണ് എപ്പോഴും സംഭവിച്ചതെന്ന്, അല്ലേ? ഈ 5 അപ്പം വർദ്ധിച്ചത് കൊണ്ട് നമ്മൾ അത്ഭുതം എന്ന് പറഞ്ഞു. ഒരു ഗോതമ്പ് മണി വർദ്ധിച്ചതല്ലേ ഒരപ്പം. ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴിഞ്ഞില്ലാതായി, അത് ഭൂമിയുടെ പുറന്തോട് പൊട്ടിച്ച് 2 തളിരില പുറത്ത് വന്ന് അത് വളർന്ന് ഗോതമ്പ് ചെടിയായി, അത് നിറയെ ഗോതമ്പ് മണികളായി, ഇത് പൊടിഞ്ഞു കുഴഞ്ഞ് മാവായി, അപ്പമായി. ഈ അപ്പക്കഷ്ണത്തിൽ മണ്ണും മഴയും മഞ്ഞും മരവും വെയിലും എല്ലാം നമ്മുടെ നാവിൻ തുമ്പിൽ രുചിക്കുന്ന വിധത്തിൽ പ്രത്യേക ആനുപാതികത്തിൽ ദൈവം ചേർത്തു. ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാണ് അപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? കാരണം ദൈവം വർദ്ധിപ്പിച്ച അപ്പമല്ലേ ഈ ലോകം മുഴുവൻ. ഒരു മരം കാണുമ്പോൾ ഒരു വിത്തല്ലേ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരമായിട്ട് മനസ്സിലാകുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അത്ഭുതം കണ്ടില്ലേ? നമ്മളീ ശ്വസിക്കുന്ന പ്രാണവായു, ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, ഇതെല്ലാം ദൈവത്തിന്റെ മഹാത്ഭുതങ്ങളാണ്. ഇതെല്ലാം ആദരിക്കാനും ഇതിനൊക്കെ വില കൽപ്പിക്കാനുമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഉയരും എന്ന് കരുതി പ്രാർത്ഥനയില്ലാതാകുന്നില്ല. ചില നിർണായക ഘട്ടങ്ങളിൽ നമുക്കിതിനും അപ്പുറം ഒരു സഹായം വേണ്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും എന്നുള്ളതല്ല. എന്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇനിയും അതിനപ്പുറത്തേക്കുള്ള യാത്രയ്ക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനോടകം ഒരു സംതൃപ്തമായ ഹൃദയവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാകും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. അച്ഛ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവാന്വേഷണമാണല്ലോ. ഇതിൽ എന്താണ് വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ദൈവാന്വേഷണമാണ്. ദൈവാന്വേഷണം എന്ന് പറഞ്ഞാൽ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ തേടി തേടി പോകുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞുമായിരിക്കാം, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന പിന്നെയും വർദ്ധിച്ച് പോകുമ്പോൾ അതൊരു ദൈവ അന്വേഷണമായിട്ട് മാറുന്നു. ആ അന്വേഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നതിന്, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം, ആ സ്നേഹത്തിൽ അലിയുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയായി മാറുന്നു. അതിനാണ് ഈ പ്രാർത്ഥന ദൈവ അന്വേഷണമാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. അതായിരിക്കാം ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യം കൊണ്ട്. തീർച്ചയായിട്ടും ബൈബിൾ അതിന് വളരെ രസമുള്ളൊരു ഉദാഹരണം പറയാനായിട്ട് യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു പോകുന്ന മഗ്ദലന മറിയമാണ്. അത് ഈശോ കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഈ മഗ്ദലന മറിയം ഈശോയെ കാണാൻ പോയതിനെ കുറിച്ച് ഇങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ഇവൾ അന്വേഷിച്ചെത്തിയ കർത്താവിനെ അവിടെ കാണാനില്ല, ഈശോയെ കാണാനില്ല. അവിടെ ഇവൾ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. എന്നിട്ട് പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു, അടക്കം ചെയ്യപ്പെട്ട ഈശോ അവിടെ ഇല്ലെന്ന്. ആ പത്രോസും യോഹന്നാനും ഇത് കേട്ട് ഓടി. ഇവർ രണ്ടുപേരും കല്ലറയിലെത്തി, കല്ലറയ്ക്കുള്ളിൽ കയറി. എന്നിട്ട് അവിടെ ഈശോയെ കണ്ടില്ല, കച്ചയും തൂവാലയൊക്കെ കണ്ടു. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കിയാലും ഈ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ അന്വേഷണം. പ്രാർത്ഥന കൂടാതെയുള്ള അന്വേഷണം അല്ലെങ്കിൽ പ്രാർത്ഥനയാകുന്ന അന്വേഷണം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ പത്രോസും യോഹന്നാനും അവിടെ വന്ന് കച്ചയും തൂവാലയൊക്കെ കണ്ടു. എന്നിട്ട് അവർ മടങ്ങിപ്പോയി. സത്യത്തിൽ ഓർക്കണം, അവർ ഈശോയെ കണ്ടില്ല. ഈശോയെ കണ്ടില്ല എങ്കിൽ ഈശോ എവിടെയെന്നൊരു ചോദ്യം അവർക്കില്ല. മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയുന്നത്, അവൾ പോയില്ല, കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്ക് വെളിയിൽ തന്നെ നിന്നു. എന്നിട്ട് അവൾ എൻ്റെ കർത്താവ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ യോഹന്നാന്റെ അന്വേഷണത്തിൽ ഈ കണ്ണീരില്ല, കരച്ചിലില്ല, എൻ്റെ കർത്താവ് എവിടെയെന്നുള്ളൊരു ചോദ്യമില്ല. എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ അന്വേഷണം മാറുകയാണ്. ഒന്ന്, യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ ശരിതെറ്റുകൾ അന്വേഷിക്കുന്നു. ഫാക്ട്സ് അബൌട്ട് ക്രൈസ്റ്റ്. നമ്മളത് TV-യിൽ വാർത്ത കണ്ടാണ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ്. അത് കേട്ട് ഞെട്ടി ഓടിപ്പോയി. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, എവിടെയോ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് കണ്ണീരൊഴുകുന്നു. ഇത് കണ്ടിട്ട് വണ്ടി പിടിച്ച് കാണാനായിട്ട് ഓടിപ്പോകുന്ന ആൾക്കാർ, അവർ ഈ കേട്ട സംഭവം ശരിയാണോ എന്നറിയാനുള്ള ആകാംക്ഷയാണ്. എന്നിട്ട് അവിടെ പോയി പല അഭിപ്രായങ്ങൾ, ചില പറഞ്ഞ് കൊള്ളാം, നല്ല കരച്ചിലാണ്,
ചില പറഞ്ഞ് വേറെ എവിടെയും ഇതിനെക്കാട്ടി ഭയങ്കര കരച്ചിലുണ്ട്, എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാതലില്ലാത്ത അന്വേഷണമാണ്. പക്ഷേ ഈ മഗ്ദലന മറിയം അന്വേഷിച്ചത് അവൾക്ക് ഈ അത്ഭുതങ്ങളൊന്നും കാണാനല്ല. അവൾ എൻ്റെ ഈശോയെ കാണുന്നില്ല, എൻ്റെ കർത്താവ് എവിടെ? അങ്ങനെ ചോദിച്ചും പറഞ്ഞ് നിൽക്കുമ്പം 2 മാലാഖമാരെ കാണുന്നു. മാലാഖമാര് സ്ത്രീയെ നീ എന്തിനാണ് കരയെന്ന് ചോദിക്കുന്നു. അവരോടും ചോദിക്കുന്നു എൻ്റെ കർത്താവ് എവിടെ? അപ്പോൾ ആ പിന്നിൽ ആരോ നടന്നു വരുന്നു. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ തോട്ടക്കാരനാണ്. ഈശോ തോട്ടക്കാരനിൽ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവൾ അയാളോട് ചോദിക്കുന്നു, പ്രഭു അങ്ങേക്കറിയാമോ എൻ്റെ കർത്താവ് എവിടെയെന്ന്? അങ്ങ് എടുത്തുകൊണ്ട് പോയോ എൻ്റെ കർത്താവിനെ? കൊണ്ടുപോയെങ്കിൽ പറ, എൻ്റെ കർത്താവിനെ എവിടെ വെച്ചു? ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എൻ്റെ കർത്താവിനെ. അപ്പം ഈശോ ചങ്ക് പൊട്ടി വിളിക്കുന്ന പോലെ മറിയം. ഈ വിളി കേട്ടപ്പം മനസ്സിലായി. അവൾ തിരിച്ചു വിളിച്ചു, ഗുരു. ഇതാണ് പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ദൈവ അന്വേഷണമാണ്. പ്രാർത്ഥന കൂടാതെ അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാത്തൊരു അന്വേഷണമുണ്ട്. വെറുതെ ഈശോയെ കുറിച്ച് കേട്ട കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നറിയുന്നു. ഇവിടെ ഇതാ ഈശോയെ കാണാനുള്ള ദാഹം. ആ ദാഹത്തോടൊപ്പം എൻ്റെ കർത്താവ് ഇവിടെ, ഈശോയെ, ലവ് യു ജീസസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞും ചൊല്ലിയും ഇരുന്നിരുന്നിരുന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്നു. ഇനി അതിനും അപ്പുറത്തേക്കുള്ള ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര. അതാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും ഒരു ദൈവ അന്വേഷണം തന്നെയാണ്.